ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിൻ്റെ ഞങ്ങളുടെ വളപ്രയോഗ രീതിയെക്കുറിച്ച് സംസാരിക്കാനാണ്. അതായത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം മണ്ണ് പരിശോധിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം എൻ്റെ ഭൂമിയിലെ മണ്ണ് പരിശോധിച്ചതിന് ശേഷം അതിന് കിട്ടിയ റിസൾട്ടിൽ pH 6-നും 7-നും ഇടയ്ക്കായിട്ടാണ് pH നിന്നത്. അപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മാഡത്തിനോട് ചോദിച്ചു, മാഡം എന്താണ് വല്ല അവർ അപ്പം നമുക്കത് കൃത്യം അറിയില്ല. അവരുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ജോബി ഫീൽഡിൽ വളങ്ങളൊന്നുമില്ല, പക്ഷേ pH കറക്റ്റാണ്, നല്ല രീതിയിൽ വളം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യം, അപ്പം നമുക്ക് 30 കിൻറ്റൽ വിളവ് ഒരു പ്രാവശ്യം ഒരു ഫീൽഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഊറ്റാവുന്നതിൻ്റെ മാക്സിമം വളം ഊറ്റിയെടുത്തിട്ടാണ് ചെടി നമുക്ക് ഈ 30 കിൻറ്റൽ നെല്ല് തരുന്നത്. അപ്പോൾ എനിക്ക് 31 കിൻറ്റലിനടുത്ത് അന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കാണ് ആ ഒരു ചിന്ത വന്നപ്പോൾ മണ്ണിൽ വളങ്ങളൊന്നുമില്ല, വളം കൊടുക്കണം. അപ്പം ഒരു പ്രാവശ്യം നമുക്ക് 30 കിൻറ്റൽ വിളവ് കിട്ടിയാൽ അടുത്ത പ്രാവശ്യം 20% അധികം വളം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ശൈലി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമ്മളിപ്പം ഈ ഡ്രം സീഡർ കൊണ്ടൊക്കെ ചെയ്യുന്ന കാരണം നെല്ല് വീഴുമെന്നുള്ള ഭയമില്ല. എപ്പോഴും ചെടി നല്ല കറുത്ത് തഴച്ച് നിൽക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതി, ഈ വളങ്ങളുടെ കൂട്ടത്തിൽ 3 ഐറ്റം വളങ്ങളാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. പൊട്ടാഷ്, യൂറിയ, ഫാക്ടംഫോസ് അത് കൂട്ടി ഉപയോഗിക്കും. പിന്നെ 10-26 എന്ന് പറയുന്ന ഒരു വളമുണ്ട്, അതും അതിൻ്റെ കൂടെ യൂറിയയും കൂടെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില കർഷകർ 18-18 എന്ന് പറയുന്ന വളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ 18-18 എന്ന് പറയുന്ന ഈ വളം നെൽകൃഷിക്ക് അത്ര അനുയോജ്യമല്ല. അത് പച്ചക്കറി കൃഷിക്കും തെങ്ങിനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് കണ്ടിരിക്കുന്നത്. നെല്ലിനത് അത്രയും പ്രയോജനമുള്ളതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. പിന്നെ 10-26 എന്ന് പറയുന്നത് ആണ് നല്ല വളമാണ്. പക്ഷേ അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ യൂറിയയുടെ ചേർക്കണം. അത് തരി രൂപത്തിലുള്ളതായതുകൊണ്ടും സ്ലോലി റിലീസാണ്. അതായത് പയ്യെ ചെടിക്ക് മണ്ണിൽ നിന്നത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് സഡൻ എഫക്റ്റ് അല്ല, എന്നാൽ അത് മണ്ണിൽ കിടന്ന് ചെടിക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ജപ്പാനിലൊക്കെ എന്താ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ് കണക്കത്തുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള വളങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ട് ചെടി വേണ്ടപ്പം വലിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതേ സംഭവം തന്നെയാണ് ഈ 10-26 എന്ന് പറയുന്നത്. സോജനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടമുള്ള വളം 10-26 പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പൊട്ടാഷ്, ഫാക്ടംഫോസ്, യൂറിയ അങ്ങനെ ചേർത്തുള്ള വളമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഇന്നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചത് 25 കിലോ ഫാക്ടംഫോസും 15 കിലോ പൊട്ടാഷും 30 കിലോ യൂറിയയാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചതിൻ്റെ ഒരു കാരണം ഇതാണ്, എൻ്റെ ഫീൽഡിൽ മണ്ണ് ചെക്ക് ചെയ്തപ്പം വളങ്ങൾ തീരെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത്ര ഉപയോഗിച്ചത്. നിങ്ങളും ഇതേ രീതി തന്നെ മണ്ണൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ കൃഷിഭവനിലെല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട്, മണ്ണ് ചെക്ക് ചെയ്ത് തരാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് നോക്കിക്കഴിഞ്ഞിട്ട് അതനുസരിച്ച് വളങ്ങൾ കൊടുക്കുക. മണ്ണിലെ pH കറക്റ്റ് അല്ലെങ്കിൽ അത് ഒരു കാരണവശാലും നിങ്ങൾ എന്തരം വളം കൊടുത്തു കഴിഞ്ഞാലും ആ ചെടി വളം വലിച്ചെടുക്കാൻ അതിൻ്റെ വേരുകൾക്ക് സാധിക്കത്തില്ല, ചെനപ്പുകൾ പൊട്ടത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് ആദ്യം കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. മണ്ണ് കറക്റ്റ് ചെയ്താലേ നമ്മുടെ വളപ്രയോഗ രീതി ശുപാർശ ചെയ്യുന്നവർക്ക് പോലും അത് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ അവർ ഒരു ഇത്ര കിലോ പറയും. പക്ഷേ മണ്ണിൽ പുളിയുള്ള മണ്ണായിട്ട് കിടക്കുകയാണെങ്കിൽ അവർ തരുന്ന ശുപാർശയ്ക്ക് ലാസ്റ്റ് അവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. അതാണിപ്പോൾ വളപ്രയോഗ രീതിയിൽ എൻ്റെ തിയറി. അപ്പോൾ ഈ 2 വളങ്ങളാണ് ഏറ്റവും നല്ലത്. ഫാക്ടംഫോസ്, പൊട്ടാഷ്, യൂറിയ കൂട്ടിയെടുക്കുന്നു 10-26. പക്ഷേ 10-26 ഒരു സഡനായിട്ട് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടത്തില്ല ചെടി. പക്ഷേ ഫാക്ടംഫോസ് വളങ്ങൾ കൊടുക്കുമ്പോൾ നെല്ലിന് കേട് പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസുകൾ എടുക്കുകയും ചെയ്യണം. അങ്ങനെ ഈ പച്ച ലേബലിലുള്ള വിഷങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാം, വിളവുണ്ടാക്കാം. ഇങ്ങനെ 2 ഗുണമുള്ളത് കൊണ്ടാണ് എനിക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ കൂട്ടുവളങ്ങളാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ അനുഭവത്തിൽ 10-26. അത് ഇത് 2-ൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ.